സർവകലാശാല യുവജനോത്സവത്തിൽ വ്യാജ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിന് പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിനെതിരെ എം ജി സർവകലാശാലയുടെ നടപടി. 25,000 രൂപ കോളേജിന് പിഴയിട്ടു. സർവകലാശാല സിൻഡിക്കേറ്റിന്റേതാണ് നടപടി. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ പിഴയിൽ മാത്രം ഒതുങ്ങുമോ നടപടി? മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായാണ് ഈ ഒരു പിഴ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ കോളേജിന് പിഴയിടാൻ തീരുമാനിച്ചത്. 25,000 രൂപയാണ് അത്തരത്തിൽ പിഴ ഈടാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇപ്പോൾ കാത്തോലിക്കേറ്റ് കോളേജിനും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും അടങ്ങുന്ന ഒരു സംഘത്തിന് ഇപ്പോൾ ഒരു കുറിപ്പായി നൽകിയിരിക്കുന്ന ആ ഒരു ഉത്തരവിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തോലിക്കേറ്റ് കോളേജ് 2020 തൊടുപുഴ അല്ലസർ കോളേജിൽ വെച്ച് നടന്ന മഹാത്മാഗാന്ധി സർവകലാശാല യുവജനോത്സവത്തിലെ ദഫ്മുട്ട് വിഭാഗത്തിൽ മത്സരിച്ച വിദ്യാർത്ഥികൾ ചിലർ ഇത്തരത്തിൽ വ്യാജന്മാരാണ്, കോളേജിലെ വിദ്യാർത്ഥികളല്ല എന്ന് പരാതിപ്പെട്ടിരുന്നത്. അന്നത്തെ കോളേജിന്റെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആണ് അന്നത്തെ ഒരു പരാതി ഉന്നയിച്ചിരുന്നത്. അക്കാലത്ത് കോളേജ് ഭരിച്ചിരുന്നത് KSU ആണ്. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ അവരെ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ഈ തിരിച്ചറിയൽ രേഖ വ്യാജമാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അതിലാണ് കൃത്യമായ രീതിയിൽ ഒരു പിഴ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോളേജിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. പ്രവിധ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.